എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് എക്സസൈസ് 7.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ മുൻപ് എല്ലാവരും ഇൻട്രൊഡക്ഷൻ വീഡിയോ കാണണം, അല്ലെങ്കിൽ കോൺഗ്രൻസ് ഓഫ് ട്രയാങ്കിൾസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമാണ് പ്രോബ്ലം ചെയ്യുന്നത് മനസ്സിലാവുള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ഇൻ ക്വാഡ്രിലാറ്ററൽ ABCD, AC equal to AD and AB bisect angle A. Show that triangle ABC congruent triangle ABD. What can you say about BC and BD? ക്വസ്റ്റ്യനിൽ ഈ AC എന്ന് പറയുന്ന സൈഡും AD എന്ന് പറയുന്ന സൈഡും ഈക്വലാന്ന് തന്നിട്ടുണ്ട്. അതേപോലെ ആംഗിൾ എനെ AB എന്ന് പറയുന്ന ഒരു ലൈൻ ബൈസെക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ആംഗിൾ A ആണെങ്കിൽ ഈ AB എന്ന് പറയുന്ന ലൈൻ ഈ ആംഗിളിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ബൈസെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ ആംഗിളും സെയിം ആയിരിക്കും. നമ്മൾ ഫിഗറിൽ ഈ ആംഗിളും സെയിം ആണ്. ഈ ABC എന്ന് പറയുന്നുള്ള ട്രയാങ്കിളും ഈ ABD എന്നുള്ള ട്രയാങ്കിളും കോൺഗ്രൻ്റാന്ന് പ്രൂവ് ചെയ്യണം. അതായത് രണ്ട് ട്രയാങ്കിളും എക്സാക്ട്ലി സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇനി നമുക്ക് തന്നിട്ടുള്ള ഡാറ്റകളൊക്കെ എഴുതാം. നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും അതേപോലെ താഴെയുള്ള ഈ ട്രയാങ്കിളും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇൻ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ ABD, അതിൽ AC ഈക്വൽ ടു AD തന്നിട്ടുണ്ട്. AC ഈക്വൽ ടു AD ഇത് ഗിവൺ ഡാറ്റയാണ്, നമ്മളിവിടെ ഗിവൺ എഴുതി. അതേപോലെ ഈ ആംഗിൾ ACB എന്ന് പറയുന്ന ആംഗിളും BAD എന്ന് പറയുന്ന ആംഗിളും ഈക്വലാന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ CAB ഈക്വൽ ടു ആംഗിൾ BAD. കാരണം ഒന്നില്ലെങ്കിൽ നമുക്ക് ഗിവൺ എഴുതാം, അല്ലെങ്കിൽ AB ബൈസെക്ട്സ് ആംഗിൾ A അങ്ങനെ എഴുതാം. ഇനി ഈ AB എന്ന് പറയുന്ന സൈഡ് രണ്ട് ട്രയാങ്കിളിൻ്റെയും കോമൺ സൈഡാണ്. അപ്പോൾ അതും ഈക്വലാന്ന് എഴുതാം. AB ഈക്വൽ ടു AB, കാരണം കോമൺ സൈഡ്. ഇപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി? ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഈ രണ്ട് സൈഡും ഈക്വലാണ്. അതേപോലെ ഈ കോമൺ സൈഡായിട്ടുള്ള അതും രണ്ട് ട്രയാങ്കിളിനും ഈക്വലാണ്. ഇനി ഈ രണ്ട് സൈഡിൻ്റെയും ഉള്ളിലുള്ള ഈ ഇൻക്ലൂഡഡ് ആംഗിൾ, ആ ആംഗിളും ഈക്വലാണ്. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡും അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളും രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡിനോടും അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളിനോടും ഈക്വലായി കഴിഞ്ഞാൽ SAS ക്രൈറ്റീരിയ വെച്ചിട്ട് രണ്ട് ട്രയാങ്കിളും കോൺഗ്രൻ്റാന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ ABC കോൺഗ്രൻ്റ് ട്രയാങ്കിൾ ABD ആണെന്ന് പറയാം, കാരണം SAS ക്രൈറ്റീരിയ വെച്ചിട്ട്. ഇപ്പോൾ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രൻ്റ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് പാർട്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു രണ്ട് സൈഡും ഈക്വലാണ്, പിന്നെ ഇത് കോമൺ സൈഡാണ്. ഇനി അടുത്ത കറസ്പോണ്ടിങ് പാർട്സ് എന്ന് പറയുന്നത് ഈ സൈഡാണ്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് BC ഈക്വൽ ടു BD എന്ന് എഴുതാം, കാരണം കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രൻ്റ് ട്രയാങ്കിൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത്രയാണുള്ളത്. നമ്മൾ പ്രൂവ് ചെയ്തു ഈ ട്രയാങ്കിൾ ABC കോൺഗ്രൻ്റ് ട്രയാങ്കിൾ ABD ആണ്. അതേപോലെ ഈ BCയും BDയും തമ്മിലുള്ള റിലേഷനും നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യനിൽ ചെയ്യാനുള്ളത്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.